ഹലോ, പത്തർമാരിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആദർശിനോട് നവ്യ പറയുന്നുണ്ട്, എത്രയായാലും ആദർശേട്ടൻ ചെയ്ത് തെറ്റ് ഈ ജന്മത്ത് ആദർശേട്ടനെ വിട്ടു മാഞ്ഞു പോകില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, ഈ അനന്തപുരി തറവാട് പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. അത് മുതുമുത്തശ്ശന്മാരും വളർത്തിക്കൊണ്ടുവന്ന തറവാടാണ്. അതുകൊണ്ട് തന്നെ ആ തറവാട് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാ തറവാട്ടിലും കാണും ഒരു വല്യേട്ടൻ, അനിയന്മാർക്ക് വേണ്ടിയൊക്കെ ത്യാഗം ചെയ്യുന്നവൻ. അതുപോലെ തന്നെയാണ് ഞാനും എന്ന് പറയുമ്പോൾ നവ്യക്കാകെ വെറുപ്പും പുച്ഛവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയെയാണ്. നയനയുടെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ വരുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, അവിടെ എല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ വീട് ഇപ്പോൾ ഒരു മരണ വീട് പോലെയാണ്. നന്ദുവിനാണെങ്കിൽ ആ ആബിക്കിട്ട് നല്ലൊരു അടി കൊടുക്കണമെന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് അവൾക്ക് മാത്രമല്ലല്ലോ, നമുക്കുമില്ലേ അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന്. പിന്നെ ആദർശ് പറയുന്നുണ്ട്, നാളെ രാവിലെ ഞാൻ അവിടേക്ക് വരാം. അപ്പോൾ നയന പറയുന്നുണ്ട്, വരുമ്പോൾ ആദർശേട്ടൻ ചന്തുമോളെയും കൂട്ടി വാ, അച്ഛനും അമ്മയ്ക്കും അവളെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശും ചന്തുമോളും ഒരുമിച്ചാണ് അന്ന് കിടന്നുറങ്ങുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ നയനയുടെ വീടാണ് കാണിക്കുന്നത്. കനകയും ഗോവിന്ദനും ചായ കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അന്നേരം കനക പറയുന്നുണ്ട്, മോള് ചായ കുടിക്കൂ എന്ന്. ചായ എടുത്ത് കുടിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇന്ന് ഒരാൾ ഇവിടെ വരുന്നുണ്ട്. കനക ചോദിക്കുന്നുണ്ട്, ആരാണെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാം, ഇപ്പോൾ അതൊക്കെ സർപ്രൈസാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിൻ്റെ കാറ് വരുന്നുണ്ട്. അതിൽ നിന്ന് ചന്തുമോളെയും എടുത്തുകൊണ്ട് ആദർശ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. കനക എന്നിട്ട് ആദർശിൻ്റെ കയ്യിൽ നിന്ന് ചന്തുമോളെ വാങ്ങിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ അമ്മമ്മയാണ് ഞാനെന്നൊക്കെ. പിന്നെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നമുക്ക് പോകാം, മോൾക്ക് സ്കൂളിൽ പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടേ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇതെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്, മോൾക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, കഴിക്കാനും കുടിക്കാനുമായിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പർച്ചേസിങ് ചെയ്യാനായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി മോൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ബാഗ്, കുട എന്നിങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ബാഗൊക്കെ കാണിച്ചിട്ട് നയന ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ചന്തുമോൾ എല്ലാത്തിനും തലയാട്ടുന്നുണ്ട്. ഓ, എന്ത് ചോദിച്ചാലും ഒരു തലയാട്ടിൽ മാത്രമാണല്ലോ എൻ്റെ മോൾക്ക് എന്ന് പറയുന്നുണ്ട് നയന. പിന്നെ കുടയൊക്കെ ചൂടി നല്ല ക്യൂട്ടായി നിൽക്കുന്ന ചന്തുമോളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ എല്ലാം വാങ്ങിച്ച് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അബിയും നബിയും പുറത്തേക്ക് പോകാനിരിക്കുന്നത് കണ്ടപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോൾ നബി പറയുന്നുണ്ട്, ഞങ്ങൾ മോനെ ഡോക്ടറെ കാണിക്കാൻ പോവുകയാ എന്ന് പറയുമ്പോൾ നയന, അയ്യോ എൻ്റെ ഉണ്ണിക്കുട്ടന് എന്ത് പറ്റിയെന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നബി പറയുന്നുണ്ട്, വേണ്ട, നീ എൻ്റെ കുഞ്ഞിനെ തൊടണ്ട, നീ ആ ചന്തുമോളെ നോക്കിയാൽ മതി എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പിന്നെ അബി പറയുന്നുണ്ട്, ഡോക്ടറെ കാണിച്ചിട്ട് ഇവളുടെ വീട്ടിലേക്ക് പോകും, ഇവൾക്ക് ഇവിടെ നിൽക്കുന്നത് വല്ലാത്ത ശ്വാസം മുട്ടലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നവ്യ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ പേരിനൊപ്പം ആരുടെ പേരാണ് ചേർക്കുന്നത് എന്നൊക്കെ. അത് കേട്ടപ്പോൾ നയന പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചോളും, നീ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടതല്ലേ, നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോയപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയെയും അവർക്ക് നല്ല സ്വീകരണം കൊടുക്കുമെന്ന് കരുതിയാണ് അങ്ങോട്ട് പോകുന്നത്. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. നന്നായി പെരുമാറാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയന ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കനകയെയും ഗോവിന്ദനെയുമാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അബിയും നവ്യയും വരുന്നുണ്ട്. അബിയെ കണ്ടതും അവരുടെ മുഖം ആകെ അങ്ങ് മാറുന്നുണ്ട്, നല്ല ദേഷ്യവും വരുന്നുണ്ട്. അത് കണ്ട് നന്ദു പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മയ്ക്ക്, അതുകൊണ്ട് അവരോട് നീരസമൊന്നും കാണിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഞങ്ങൾക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിഞ്ഞുകൂടാ എന്ന്. ഏതായാലും അവർ അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, മോൻ ഇന്നലെ സുഖമില്ലായിരുന്നു അമ്മേ, എന്തോ ഒരു അസ്വസ്ഥത, പിന്നെ മോനൊന്ന് കരഞ്ഞാൽ മതി, അബി വല്ലാതെ ടെൻഷനാകും, പിന്നെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ അബി പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവരുടെ മനസ്സിലുള്ള കാര്യം നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ചില വലിയ മനുഷ്യരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, അവർക്കും ചിലപ്പോൾ മനസ്സിലുള്ള കാര്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ അബിക്കൊരു പന്തി കേട്ട് തോന്നുന്നുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പതിവ് പോലെ ആദർശിനെ കുറ്റം പറയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ, നമ്മളിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയണ്ട, മോൻ പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, മോൻ ചെല്ലിയെന്ന് പറയുമ്പോഴേക്കും അബിക്ക് നല്ല ഡൗട്ട് വരുന്നുണ്ട്. പതിവ് പോലെ അല്ലല്ലോ പെരുമാറ്റം, എന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തുരത്താനാണല്ലോ ശ്രമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും അബി അവിടുന്ന് പോയപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അവന് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് പോലും ചോദിക്കാതെയാണല്ലോ അമ്മ അബിയോട് പോകാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്,
അവന് പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ മോളെ ഞാൻ പറഞ്ഞത്. അവൻ പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. വരുമ്പോഴേക്കും അവന് ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നവ്യ റൂമിൽ പോയി. കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കുഞ്ഞിനെയും എടുത്ത് വന്ന കനകയോട് നവ്യ ചോദിക്കുന്നുണ്ട്, അവൾ ആദർശേട്ടനെ നല്ലവനാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളോട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കനക പറയുന്നുണ്ട്, അവളൊന്നും പറഞ്ഞില്ല മോളെ. ഇന്നലെ ഞങ്ങൾ ആദർശനോട് പെരുമാറിയ വിധമൊക്കെ ആ നയന മോളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അതോർക്കുമ്പോൾ ചെയ്തു പോയത് കുറച്ച് അധികമായി പോയി എന്ന് ഞങ്ങൾക്കും തോന്നി. അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദു ആദർശിനെയും നയനെയും ന്യായീകരിക്കുന്നതൊന്നും നമ്പിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.